സൂപ്പർ നന്നായിട്ടുണ്ടായിരുന്നു. ഇടിയൊക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇടിയെന്ന് വെച്ചാൽ ജോയിച്ചേൻ്റെ ഇടിയെന്ന് വെച്ചാൽ നല്ല കിൻഡൽ ഇടിയാണ്. ഒരു രക്ഷയില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഫൈറ്റിംഗ് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നൊന്നര വരവെന്നുള്ളത് അർത്ഥവത്തായിട്ടുണ്ട്. ഒന്നൊന്നര വരവ് തന്നെയാണിത്. സ്റ്റോറി നന്നായിട്ടുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി റിവെഞ്ച് സാധനമാണ് നമുക്ക് കാണുന്നത്. നല്ല കിടലിനായിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. ജോയി ചേട്ടൻ ഒരു രക്ഷയില്ല. ഒരു ഇടിപ്പടം, നമ്മുടെ ഒരു പഴയ ഷാജി കൈലാസിന്റെ AK സാജൻ ആ ഒരു കൂട്ടുകെട്ടത്തിലുള്ള ഒരു ഇടിപ്പടമാണ്. പിന്നെ ജോജുവിന്റെ ആക്ഷനാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ആക്ഷനൊക്കെ സിനിമക്കകത്ത് കാണാനുണ്ട്. പിന്നെ ബൈജു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മുരളി ഗോപിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അർജുൻ അശോകൻ വലിയൊരു താരനിരയാണ്. പണ്ടത്തെ നമ്മുടെ ഷാജി കൈലാസ് പടത്തിൽ കാണുന്ന പോലെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലും പരിപാടി നമ്മുടെ പഴയ അദ്ദേഹത്തിൻ്റെ ആ ഒരു താരനിരയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസ് മൂവി കേട്ടോ, നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഒരു സ്റ്റൈലില്ലേ, ആ സ്റ്റൈലിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ജോർജിൻ്റെ അതേ സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. എന്നാലും ജോജുവിൻ്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഷാജി കൈലാസിൻ്റെ സ്ഥിരം സ്റ്റൈലിൽ ഉള്ളിലുണ്ടല്ലോ, മറ്റേ ഷോട്ടുകളും മറ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെ അതേ ഷോട്ടുകൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല, എന്നാലും പക്ഷെ നല്ലൊരു മാസമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജോജിയുടെ നല്ലപോലെ മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മുരളി ഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുള്ളി ആത്മാർത്ഥമായിട്ട് പുള്ളി നല്ല പുള്ളിയുടെ സ്വരവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല റോളാണ് മുരളി ഗോപി ചെയ്തിരിക്കുന്നത്. അപ്പം കേട്ടോ, നീ കാത്തിരിക്കുന്നു അടുത്ത് എന്നാന്ന് അറിയാനുണ്ട്. നല്ലൊരു കിൻഡിൽ വരവ്, ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ്. കിൻഡിൽ ഇടി കാണണമെങ്കിൽ തീർച്ചയായിട്ടും വന്നോ. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ജോജു ജോർജ് എന്ന് പറഞ്ഞ നടൻ്റെ ബെസ്റ്റ് പെർഫോമൻസിലൊന്നായി മാറും. അത് ഇടി സ്റ്റണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റണ്ടുമായിട്ട് നമുക്ക് സാമ്യത തോന്നിപ്പോവും. അദ്ദേഹത്തിന് ഓർമ്മ തീർച്ചയായിട്ടും സുരേഷ് ഗോപി, ഷാജി കൈലാസ്, ജോഷി എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും ഗംഭീര സിനിമകൾ ചെയ്യുന്നവരാണ്. കാരണം മാസ് സിനിമ ചെയ്യുന്നതാണ് ഇവർ രണ്ടുപേരുടെ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കടുവ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലൊരു സിനിമയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൽ ജോജു ചേട്ടൻ എന്തായാലും തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം കിട്ടിയ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്, സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോഷി സാറിന് അത്ര ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ തീർത്തും പറയും. ഗംഭീര സിനിമയാണ്, പക്ഷേ ജോജു അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ലാലേട്ടൻ, മമ്മൂക്ക,